നൊബേൽ പീസ് പ്രൈസിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. അത് പ്രഖ്യാപിക്കുന്നത് ആർക്കാണ്? ഇപ്പോൾ ഗാന്ധിക്ക് കിട്ടിയിട്ടില്ല, ഒരു യുദ്ധവും ചെയ്യാത്ത മഹാത്മാഗാന്ധിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല. പക്ഷേ യുദ്ധം ചെയ്തിട്ടുള്ള ഒബാമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നൊബേൽ പീസ് പ്രൈസ് ആണോ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ അടയാളം എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇപ്പോഴത്തെ ആളുടെ പേരെന്താണ്? മരിയ മച്ചാഡോ. അവരാണെങ്കിൽ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവിന് സമാധാനത്തിന് നോബൽ എന്ന് പറഞ്ഞാൽ അവർ നൊബേൽ പീസ് കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയെന്നാണ്. അപ്പോൾ വെനസ്വേല ഡെമോക്രസി ഇൻഡെക്സിൽ വളരെ താഴെയുള്ള ഒരു രാജ്യമാണ്. 100-ൽ 16 മറ്റാണ് അവർക്കുള്ള മാർക്ക്, അവരുടെ സ്കോർ കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം അവിടെ തെരഞ്ഞെടുപ്പില്ല എന്നോ സർക്കാരില്ല എന്നോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളില്ല എന്നോ അല്ല. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഒട്ടും ഫ്രീ ആയിട്ടുള്ള സ്വതന്ത്രമായൊരു ജനാധിപത്യ വ്യവസ്ഥയല്ല എന്നുള്ളതാണ് അവിടുത്തെ റേറ്റിംഗ് വരിക. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നിക്കോളാസ് മദുറോൻ്റെ കാലത്ത് കുറച്ചുകൂടി, ഇപ്പോൾ ഹൂഗോ ഷാവേസിൻ്റെ കാലത്തുള്ളതിനേക്കാൾ കുറേ കൂടി ശക്തമായൊരു ഒതോറിറ്റേറിയൻ ഭരണകൂടമാണ് അവിടെയുള്ളതെന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിന് അവരുടേതായ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അമേരിക്കയുടെ ഉപരോധമാണ് അവർക്ക് മേലെ ഉണ്ടായിരുന്നത്. അമേരിക്ക എന്തിനാണ് വെനസ്വേലയുടെ മേലിൽ ഉപരോധം ഏർപ്പെടുന്നത്? അതിൻ്റെ കാരണം അമേരിക്ക പറയുന്നത് അവിടെ ജനാധിപത്യമില്ല, അവിടെ മുഴുവൻ അഴിമതിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഉപരോധം. സാധാരണ അമേരിക്ക ഉപരോധം ഏർപ്പെടുന്നപ്പോഴാണ്, ഇപ്പോൾ ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുന്നത് അവർ ആണവായുധം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അതിൽ മറ്റുള്ളവർക്ക് ഭീഷണിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഉപരോധം വരിക. ഒരു രാജ്യത്തിനകത്ത് ജനാധിപത്യവും ഇല്ല, അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താൻ കഴിയുക? അങ്ങനെയാണ് ജനാധിപത്യം ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളോടും ഇതേ സമീപനം വേണ്ടേ? അമേരിക്കയുടെ സഖ്യകക്ഷികളായ അമേരിക്കയുടെ ഇടത്തും വലതും നിൽക്കുന്ന പല രാജ്യങ്ങളും ജനാധിപത്യമില്ല, രാജഭരണമുള്ള രാജ്യങ്ങളുണ്ട്, അവിടെയൊന്നും ഉപരോധമില്ലല്ലോ. പിന്നെ വെനസ്വേലയുടെ എന്തിനാണ് ഉപരോധം? അതിനൊറ്റ കാരണമുള്ളൂ, വെനസ്വേല ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ഇപ്പോൾ സോഷ്യലിസം എന്ന് കേട്ടാൽ അമേരിക്ക പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പോൾ ഹൂഗോ ഷാവേസിൻ്റെ കാലത്ത് വെനസ്വേല വലിയ സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ആ സമയത്ത് വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമാണ് വെനസ്വേല, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ എണ്ണയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഹൂഗോ ഷാവേസ് എന്ത് ചെയ്തു? സാധാരണ ജനങ്ങളിലേക്ക് കൊടുത്തു. വെൽഫെയർ സ്കീംസ് വഴി സാധാരണ ജനങ്ങൾക്ക് കൊടുത്ത് ആ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് വെനസ്വേല ഒരു പവറാണ്. അന്ന് ഒരു അച്ചുതണ്ട് തന്നെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് UN ജനറൽ അസംബ്ലിയിൽ അമേരിക്കയെ ഡെവിൾ എന്ന് വിളിച്ചു ഹൂഗോ ഷാവേസ് വന്ന് അമേരിക്കൻ ജനറൽ അസംബ്ലിയിൽ വന്നു. അന്ന് ഇറാൻ, വെനസ്വേല, റഷ്യ അതൊരു അച്ചുതണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ചുതണ്ട് അമേരിക്കയെ വിമർശിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉപരോധം നടത്താനുള്ള കാരണം. അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇറാനൊപ്പം തന്നെ വെനസ്വേലയെ ഉപരോധത്തിൽ ഏർപ്പെടുത്താൻ കാരണം. ഇപ്പോൾ ഉപരോധത്തെ തുടർന്ന് ഇവർക്ക് എന്ത് ചെയ്തു? ഇവർക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല. എണ്ണ വിൽക്കാൻ കഴിയാതെ രാജ്യം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോകുന്നു. ഇതിനിടെ ഹൂഗോ ഷാവേസ് മരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള നിക്കോളാസ് മദുറോ അധികാരത്തിൽ തീർന്നു. അവിടെ സംബന്ധിച്ച് ഈ പറയുന്ന സാമ്പത്തിക ക്രമം മൊത്തം താറുമാറായിരിക്കുകയാണ്. അതാണ് അവിടുത്തെ പ്രശ്നങ്ങളുടെ കയോസിൻ്റെ പ്രധാന കാരണം. ഇതിനിടയിൽ പ്രതിപക്ഷ കക്ഷികളോട് ജനാധിപത്യപരമായ രീതിയിലല്ല നിക്കോളാസ് മദുറോ പെരുമാറുന്നത്. അത് ഹൂഗോ ഷാവേസിൻ്റെ കാലത്തും അങ്ങനെയല്ല. അവരിൽ പലരെയും പിടിച്ച് ജയിലിലിടുന്നു, മാധ്യമങ്ങളെ വരുതിയിലാക്കുന്നു. നമ്മൾ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ കാണുന്ന പോലൊക്കെ തന്നെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നു, പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്തുന്നു, NGOകൾക്ക് പൂട്ടിടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന എത്രയോ രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അവരുടെ ഉപരോധം വേണ്ടേ? അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷത്തെ യഥാർത്ഥത്തിൽ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട്. അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ പ്രതിപക്ഷത്തെയാണ്. അവർ ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ തവണത്തെ നൊബേൽ പീസ് പ്രൈസ് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അമേരിക്കൻ താല്പര്യങ്ങളെ കൂടി പരിഗണിക്കുന്ന ഒന്നാണ്. അപ്പോൾ ട്രംപിന് അതിൽ അത്ര കാര്യമായ വിഷമം വരേണ്ട കാര്യമില്ല. കാരണം തങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന ഒരു കോസിൻ്റെ വക്താവിനെയാണ് നൊബേൽ പീസ് പ്രൈസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ട്രംപ് അത്ര ഡെസ്പറേറ്റഡ് ആവേണ്ട അല്ലെങ്കിൽ നിരാശനാവേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ നാളെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം വീണ്ടും വഷളാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ട്രംപിന് വീണ്ടും അത് ക്ലെയിം ചെയ്യാനുള്ള അവസരം നഷ്ടമാകും എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്.